ഹായ് സ്റ്റുഡൻസ്, നമുക്ക് ബോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എന്താണ് ബോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്? ബോണ്ട് ലെങ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡീൽ ചെയ്ത് പോയിട്ടുണ്ട്. ബോണ്ട് ആംഗിൾ അല്ലേ, ഇതെല്ലാം നോക്കാം. അപ്പോൾ ഒരു ബോണ്ട് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാമത്തത് നോക്കാം, ബോണ്ട് ലെങ്ത് എന്ന് പറയാം. ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആറ്റം, ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ ആണിത്. അടുത്ത ആറ്റം, ഈ അടുത്ത ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ ആണ്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്താ പറയുന്നത്, ഡി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് ഡി. അപ്പോ ഇതിനെ നമുക്കറിയാം, രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസിന്റെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ന്യൂക്ലിയസിന്റെ സെന്റർ ആണെന്ന് വിചാരിക്കാം, അടുത്ത ന്യൂക്ലിയസിന്റെ സെന്റർ ആണ്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് വിളിക്കുന്നത്. അപ്പോ ഇതാണ് ബോണ്ട് ലെങ്ത്. ബോണ്ടിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഹൈഡ്രജൻ കേസ് ആണെങ്കിൽ ഹൈഡ്രജന്റെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ അടുത്ത ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ, ഈ ഡിസ്റ്റൻസ് ആണ് ഡി, ബോണ്ട് ലെങ്ത് കാണിക്കുന്നത്. ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് between nuclei, between the centers of the nuclei. It is the equilibrium distance between the centers of the nuclei of two bonded atoms. ഒരു ബോണ്ടിങ്ങിൽ രണ്ട് ആറ്റംസ് ഉണ്ടാവില്ലേ, രണ്ട് ആറ്റം ചേർന്നാൽ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ബോണ്ടഡ് ആറ്റം, ടു ബോണ്ടഡ് ആറ്റംസ്, ആ ബോണ്ടഡ് ആറ്റംസിലെ എന്താണ് ന്യൂക്ലിയസിന്റെ സെന്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് ബൈ ഡെഫിനിഷൻ ബോണ്ട് ലെങ്ത്. ബോണ്ട് ലെങ്ത് ഈസ് ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് between the centers of the nuclei of two bonded atoms is called bond length. ബോണ്ട് ലെങ്ത് നോക്കുമ്പോൾ ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജനും അടുത്ത ഹൈഡ്രജൻ, അവ തമ്മിലുള്ള ന്യൂക്ലിയസിന്റെ സെന്റർ ആണ് വിചാരിക്കുക, ഹൈഡ്രജനും അതിന്റെ 74 പൈക്കോമീറ്റർ. നിങ്ങൾ ചിലതൊക്കെ പഠിച്ചു വെക്കുക, നിങ്ങൾ നല്ലതാണ്, നിങ്ങൾക്ക് എൻട്രൻസിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. HCl, ഹൈഡ്രജൻ ചെറുതാണെങ്കിൽ Cl വലുതാണല്ലോ, ക്ലോറിൻ അല്ലേ, ടച്ച് ചെയ്തിരിക്കും. നോക്കുക, ഇവന്റെ സെന്റർ, ന്യൂക്ലിയസിന്റെ സെന്ററും ക്ലോറിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് HCl അല്ലേ, HCl അവന്റെ 127 പൈക്കോമീറ്റർ. കണ്ടോ, ഒരു കാര്യം മനസ്സിലായി, യൂണിറ്റ് പറയുന്നത് പൈക്കോമീറ്റർ പറയാറുണ്ട്. അതുകൊണ്ട് ബോണ്ട് ലെങ്ത് എക്സ്പ്രസ് ചെയ്യുന്നത് ആങ്സ്ട്രത്തിൽ എക്സ്പ്രസ് ചെയ്യും. പിന്നീട് പൈക്കോമീറ്റർ, PM എന്ന പൈക്കോമീറ്റർ, 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ്, വളരെ ചെറുതാ, 1/10⁻10 മീറ്റർ. ഈ പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻12 മീറ്റർ ആണ്, അതായത് 1/10⁻12 മീറ്റർ. എന്തൊരു ചെറിയ വാല്യൂ, വളരെ ചെറിയ വാല്യൂ അല്ലേ. അപ്പോൾ ഈ റിലേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ബോണ്ട് ലെങ്ത് ആങ്സ്ട്രോമിൽ പറയാം, അല്ലെങ്കിൽ പൈക്കോമീറ്ററിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ ഹൈഡ്രജനും കൊവാലന്റ് ബോണ്ട് ആയതുകൊണ്ട് കൊവാലന്റ് റേഡിയസ് എന്ന് വിളിക്കും. അതായത് ഇത് റേഡിയസ്, ഇത് റേഡിയസ്, അടുത്ത റേഡിയസ്. അപ്പോൾ ബോണ്ട് ലെങ്ത്, ഹൈഡ്രജന്റെ ബോണ്ട് ലെങ്ത് DDH, ബോണ്ട് ലെങ്ത് ഹൈഡ്രജന്റെ ആണെങ്കിൽ റേഡിയസ് ഓഫ് ഒരു ഹൈഡ്രജൻ ആറ്റം പ്ലസ് റേഡിയസ് ഓഫ് അതർ എന്താ പറയുക ഹൈഡ്രജൻ ആറ്റം എന്ന് വിളിക്കുന്നത് കൊവാലന്റ് റേഡിയൈ. ഒരാളുടെ റേഡിയസ് കൊവാലന്റ് ബോണ്ട് ആണെങ്കിൽ കൊവാലന്റ് റേഡിയൈ. HCl ആണെങ്കിലും റേഡിയസ് ഓഫ് H പ്ലസ്, ഇതാണ് റേഡിയസ് ഓഫ് H പ്ലസ്, ഇത്രയേ ഉള്ളൂ, ഇവിടുന്ന് ഇവിടെ വരെയുള്ളൂ റേഡിയസ്. ഇതാണ് ഒരു റേഡിയസ്, ആണ് ക്ലോറിന്റെ, പ്ലസ് റേഡിയസ് ഓഫ് Cl, അതാണ് റേഡിയസ്, നമ്മുടെ ഡിസ്റ്റൻസ് എന്തോ D ഓഫ് HCl വരുന്നത്, ബോണ്ട് ലെങ്ത് HCl വരുന്നത്. ഇനി കൊവാലന്റ് ബോണ്ട് വേണ്ട, അയോണിക് ബോണ്ട് ഉണ്ടാവില്ല, NaCl ഒക്കെ ആണെങ്കിൽ. അയോണിക് ബോണ്ട് ആണെങ്കിൽ രണ്ട് അയോൺസ് തമ്മിൽ R പ്ലസ് R മൈനസ് അല്ലേ, അതായത് NaCl ആണെങ്കിൽ HCl ഒരു അയോണിക് ബോണ്ട് അല്ല കേട്ടോ, കൊവാലന്റ് ബോണ്ടാ. പൊളാരിറ്റി ഉള്ള കൊവാലന്റ് ബോണ്ടാ പഠിക്കും നമ്മൾ, പോളർ കൊവാലന്റ് ബോണ്ടാ. കൺഫ്യൂസ്ഡ് ആകും പലവരും. HCl കൊവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ ആണോ, ഇലക്ട്രോൺ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. HCl അങ്ങനെ ഉണ്ടോ? ഇല്ല, ഹൈഡ്രജനും ക്ലോറിൻ ഒരെണ്ണം മതി, ഹൈഡ്രജന്റെ ഷെയർ ചെയ്യും. ക്ലോറിൻ എന്താണ്, ഒരെണ്ണം ഹൈഡ്രജൻ ഷെയർ ചെയ്യും, മ്യൂച്വൽ ഷെയറിംഗ് ആണ് കേട്ടോ. HCl കൺഫ്യൂസ്ഡ് ആവരുത്, അയോണിക് ബോണ്ട് ആണെന്ന്. HCl ആണെങ്കിൽ വേണ്ട, സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ Na പ്ലസും Cl മൈനസ്, സോഡിയത്തിന്റെ റേഡിയസ്. അപ്പോൾ റേഡിയസ് ഓഫ്, നമുക്ക് ഇങ്ങനെ പറയാം, റേഡിയസ് ഓഫ് Na പ്ലസ് റേഡിയസ് ഓഫ് Cl മൈനസ് ഈക്വൽ ടു എന്താണ്, ഡിസ്റ്റൻസ് ഓഫ് NaCl, ബോണ്ട് ലെങ്ത്. NaCl ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കുന്നത് ഇപ്രകാരം. ഇതെന്നെ വിളിക്കുന്നത് അയോണിക് റേഡിയയുടെ സമ്മാണ്. ബോണ്ട് ലെങ്ത് ഇൻ അയോണിക് കോമ്പൗണ്ട്, അയോണിക് മോളിക്യൂളിലെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സം ഓഫ് അയോണിക് റേഡിയൈ അല്ലെ, അയോണിക് റേഡിയൈ ഓഫ് പോസിറ്റീവ് കാറ്റയോൺ ആൻഡ് ആനയോൺ, അതിന്റെ സം ആണ് കേട്ടോ ബോണ്ട് ലെങ്ത്.
ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് ദ ന്യൂക്ലിയൈ ഓഫ് ടു ബോണ്ടഡ് ആറ്റംസ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ആംഗ്സ്ട്രോമിലും പൈക്കോമീറ്ററിലും. 1 ആംഗ്സ്ട്രോം ഈക്വൽ ടു 10⁻⁻⁻⁷ മീറ്റർ ഓർ 1 പൈക്കോമീറ്റർ ഈക്വൽ 10⁻⁻12 മീറ്റർ. ഇതാണ് നിങ്ങൾക്ക് ബോണ്ട് ലെങ്തിനെ കുറിച്ച് ഒരു ഐഡിയ. ഇനി ഇതിന്റെ അകത്ത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോണ്ട് ലെങ്ത് കൂടി പറയാനുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോണ്ട് ലെങ്ത്, ബോണ്ട് ലെങ്ത് എന്താണെന്ന് പഠിച്ചു. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോണ്ട് ലെങ്ത്, ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് ബോണ്ട് ലെങ്തിനെ അഫക്ട് ചെയ്യുന്നത്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോണ്ട് ലെങ്ത്. ബോണ്ട് ലെങ്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണെന്ന് നോക്കണം. നോക്കാം. സൈസ് ഓഫ് ദ ആറ്റം. ഒന്ന് സൈസ് ഓഫ് ദ ആറ്റം. സൈസ് ഓഫ് ദ ആറ്റം നോക്കാം. ഫാക്ടർ ഓഫ് ബോണ്ട് ലെങ്ത്. ആറ്റത്തിന്റെ സൈസ് നോക്കാം. ഹൈഡ്രജനും എന്താണ്, ഹൈഡ്രജനും ആണെങ്കിൽ രണ്ടുപേരും ചെറുതാ, ബോണ്ട് ലെങ്ത് ചെറുതാ. ഇനി ക്ലോറിനും ആണെങ്കിൽ തമ്മിലാണെങ്കിൽ ക്ലോറിൻ വലിയ സൈസ് അല്ലെ. സൈസ് കൂടുമ്പോൾ റേഡിയസ് കൂടി, ഇത്രയേ ഉള്ളൂ, റേഡിയസ് കൂടി. അപ്പോൾ ഇവന്റെ റേഡിയസ് പ്ലസ് ഇവന്റെ റേഡിയസ് ഡിസ്റ്റൻസ് കൂടി. ഇനി എന്താ പറയാ, അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ നമ്മൾ ഒരു പീരിയഡ് ടേബിൾ ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ റേഡിയസ് കൂടുന്നില്ലേ? കേട്ടാ, റേഡിയസ് കൂടുന്നു അല്ലേ? അപ്പോൾ സൈസ് കൂടുമ്പോൾ റേഡിയസ് കൂടും. റേഡിയസ് കൂടുമ്പോൾ ഇപ്പോൾ 2 ആറ്റംസ് ആണ് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും റേഡിയസ് കൂടിയാണെങ്കിൽ രണ്ടുപേരുടെയും തമ്മിൽ ഡിസ്റ്റൻസ് കൂടി, ബോണ്ട് ലെങ്ത് എന്തായി? ബോണ്ട് ലെങ്ത് കൂടി. അപ്പോൾ ചോദിക്കണം, ഇത് ഇങ്ങനെ ഫിഗർ എന്താക്കണം, ഇതാ ഡിസ്റ്റൻസ് ഇത്രയാണ്. ഇത് ഏതിലാണ് ബോണ്ട് ലെങ്ത് കൂടുതൽ? ബോണ്ട് ലെങ്ത് കൂടുതൽ ഇതിലാണ്. കാരണം റേഡിയസ്, ബിക്കോസ് റേഡിയസ് ഓഫ് ദിസ് ഇതിന് എ ആണെന്ന് വിളിക്കാം, ബി ആണ്. ബിക്കോസ് റേഡിയസ് ഓഫ് എ ആൻഡ് റേഡിയസ് ഓഫ് ബി എന്താ പറയുക, ഈസ് മോർ ദാൻ റേഡിയസ് ഓഫ് സ്മോൾ എ ബി ഇതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ അട്രാക്ഷൻ കൂടുതൽ ഏതിലാണ് എന്ന് ചോദിക്കും. അട്രാക്ഷൻ ഇവിടെയാണ് കൂടുതൽ. എന്താ കാരണം? നമ്മൾ രണ്ടാറ്റങ്ങൾ അടുത്തിരിക്കുമ്പോഴാണ് കൂടുതൽ പാക്കിങ് അല്ലേ. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് കൂടുമ്പോൾ എന്താണ്, അവ തമ്മിലുള്ള അട്രാക്ഷൻ എന്താ പറയുന്നത്, അട്രാക്ഷൻ കുറയാണ്. മനസ്സിലാക്കുക, അട്രാക്ഷൻ കുറയാണ്. കാരണം ഇന്നർ മോസ്റ്റ് ഇലക്ട്രോണുകളൊക്കെ വരുന്നുണ്ട് സൈസ് കൂടുമ്പോൾ. ഇപ്പൊ റിപ്പൾഷൻ ഒക്കെ വരും, അത് പിന്നീട് പഠിക്കാം. സൈസ് കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ 2 ആറ്റങ്ങൾ തമ്മിലുള്ള ആ ബോണ്ട് സ്ട്രെങ്ത് കുറയുന്നു. ശ്രദ്ധിക്കുക. അപ്പൊ സൈസ് ഓഫ് ദ ആറ്റം ആണ്. സൈസ് ഓഫ് ദ ആറ്റം നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു ഹാലജൻസിന്റെ കേസിൽ ഒരു എക്സാമ്പിൾ തരുന്നു, എൻട്രൻസ് ചോദിക്കാറുണ്ട്. HX എന്റെ എക്സാമ്പിൾ തരാം. HCl, HBr, ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ, ഇങ്ങനെ നമുക്ക് അറിയാലോ. പീരിയഡ് ടേബിളിൽ 17 ഗ്രൂപ്പിലും ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ സൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് താഴേക്ക് വരുമ്പോൾ അല്ലെ. താഴെ ഗ്രൂപ്പ് താഴേക്ക് വരുന്നതോടെ സൈസ് കൂടിയാണ്. അപ്പൊ നോക്കാം, ഹൈഡ്രജൻ ഫ്ലൂറിൻ തമ്മിൽ ഡിസ്റ്റൻസ് എന്താണ്, അടുത്തിരിക്കും. ഒന്നുകൂടി ക്ലോറിൻ എന്തായി, സൈസ് കൂടി. അപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും സൈസ് കൂടി, ഹൈഡ്രജനും ബ്രോമിനും സൈസ് കൂടി, ഹൈഡ്രജനും അയഡിൻ സൈസ് കൂടി. നോക്കുക, ഹൈഡ്രജൻ എല്ലാവരും സെയിം ആണ്, പക്ഷെ ഇത് നോക്കുക ഡിസ്റ്റൻസ് കണ്ട കൂടി വരുന്നു ഡിസ്റ്റൻസ് കൂടി. അപ്പൊ ഏറ്റവും കൂടുതൽ എന്താണ് ബോണ്ട് ലെങ്ത് ഉള്ളതാണ് അയഡിൻ. അയഡിന്റെ സൈസ് കൂടുതലാണ്. അതുകൊണ്ട് വാ തുറന്നിരിക്കേണ്ടത് അയഡിന്റെ സൈഡിലേക്ക്. ഇതാണ് ഓർഡർ എൻട്രൻസിലൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയണം കേട്ടോ. HIക്കാണ് കൂടുതൽ. കാരണം ബിക്കോസ് ഇൻ ഹാലജൻ ഗ്രൂപ്പ് സൈസ് ഓഫ് ദ റേഡിയസ് ഓഫ് ദ atom increases down the group. Iodine is at the bottom of the group. So iodine കൂടുതലാണ് റേഡിയസ്. റേഡിയസ് കൂടുതലായതുകൊണ്ട് സൈസ് ഡിസ്റ്റൻസ് കൂടും. കണ്ടോ, ഡിസ്റ്റൻസ്. ഇത് അയഡിൻ ആണ്, ഇത് ഹൈഡ്രജൻ ആണ്, ഇത് എന്തിനാണ് നമ്മൾ ബ്രോമിൻ, ഇത് ഹൈഡ്രജൻ ആണ്, ഇത് ക്ലോറിൻ, ഇത് ഹൈഡ്രജൻ ആൻഡ് ഫ്ലൂറിൻ. ഡിസ്റ്റൻസ് നോക്കാം. അപ്പോൾ ഫോഴ്സ് കൂടുതലായിട്ട് HF തമ്മിലെ ബോണ്ടാണ്. ബോണ്ട് 2 ആറ്റങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്തിരിക്കുന്നത് HF-ലാണ്. കാരണം ബോണ്ട് ലെങ്ത് കുറവുള്ള അടുത്തിരിക്കുകയാണ്, ഫോഴ്സ് കൂടുതലായിക്കൊള്ളും. അപ്പൊ ഇവര് തമ്മിൽ ഡിസ്റ്റൻസ് കൂടി, ഫോഴ്സ് കുറവാണ്. നമുക്ക് എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ടു ദ ബിഗ് സൈസ് ഓഫ് അയഡിൻ. ശ്രദ്ധിക്കുക, ഇത് ഒരു പാരാമീറ്റർ ആണ്. എന്താ പറയുക, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോണ്ട് ലെങ്ത്തിന്റെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോണ്ട് ലെങ്ത്. ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തത് നോക്കാം. ഓർഡർ എന്താണ്, ഏത് ഫാക്ടർ? രണ്ടാമതൊരു ഫാക്ടർ പഠിക്കാൻ നിങ്ങൾക്ക് മൾട്ടിപ്ലിസിറ്റി ഓഫ് ബോണ്ട്. മൾട്ടിപ്ലിസിറ്റി ഓഫ് ബോണ്ട്. എന്താ മൾട്ടിപ്ലിസിറ്റി ഓഫ് ബോണ്ട്?
അതായത് എക്സാമ്പിൾ നമ്മൾ ആൽക്കീൻ, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആൽക്കെയിൻ, ഡബിൾ ബോണ്ട് ആൽക്കീൻ, ട്രിപ്പിൾ ബോണ്ട് ആൽക്കൈൻ പഠിച്ചിട്ടുണ്ടാവും 10th അല്ലേ? ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്നത്. ഇത് നോക്കുമ്പോൾ ഇതാ 2 കാർബൺ ഉണ്ടെങ്കിൽ എന്താണ് ഈഥൈൻ, ഇഥീൻ, ഇഥൈൻ അല്ലേ ആണ് വരുന്നത്. ഇപ്പൊ 2 കാർബൺ ആറ്റത്തിനിടയിൽ സിംഗിൾ ബോണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് പറയുമ്പോൾ പഠിക്കാം, ഇങ്ങനെ പറഞ്ഞതാണ്. ഒരെണ്ണം സിഗ്മയും അടുത്തത് പൈ ആണ്. ഒരെണ്ണം സിഗ്മ നിർബന്ധം, സിഗ്മ ഉണ്ടായാൽ മാത്രമേ പൈ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്താണ് സെന്ററിലുള്ളവരെ നമുക്ക് എന്ത് കാണിക്കാം? സിഗ്മ ആയിട്ട് കാണിക്കാം. ഇത് പൈ ആയിട്ട് കാണിക്കാം, ഇത് പൈ കാണിക്കാം. ഒരെണ്ണം സിഗ്മ ഉണ്ടാവും. 3 ബോണ്ട് വരുമ്പോൾ ഒരാൾ തന്നെ സിഗ്മ കാണിച്ചാൽ ബാക്കി 2 പൈ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നോക്കുക, സിഗ്മയും പൈയും സ്ട്രോങ് ആണെന്നത് സിഗ്മയാണ്. ഇനി ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സ്ട്രോങ് എന്നാ ഡബിൾ ആകാരം സിഗ്മയും ഉണ്ട് പൈയും. ഇവിടെ എന്താണ് സിഗ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഒരാൾ സിഗ്മയും ഒരാൾ പൈ. ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഒരാളേ ഉള്ളൂ കേട്ടോ സിഗ്മ, ബാക്കി 2 പേരും എന്താണ് പൈ. 4 ബോണ്ട് ഒന്നും പഠിക്കാനില്ല, ട്രിപ്പിൾ ബോണ്ട് മാക്സിമം. അപ്പൊ 2 പൈ കൊണ്ട് ഒരു സിഗ്മയും. അപ്പൊ ഇവിടെ കൂടുതൽ അതിന്റെ ഫോഴ്സ് കൂടുതൽ അട്രാക്ഷൻ കൂടുതലാണ്. കൂടുതൽ അട്രാക്ഷൻ കാരണം സിഗ്മയും 2 പൈ ഉണ്ട്. അപ്പൊ കൂടുതൽ അട്രാക്ഷൻ വരുമ്പോൾ എന്തായിക്കോളും? ബോണ്ട് ലെങ്ത് കുറവ് എവിടെയാണ്? ഇതായി. കാരണം 1 സിഗ്മ ആൻഡ് 2 പൈ ബോണ്ട്. ഇവിടെ 1 സിഗ്മ ആൻഡ് 1 പൈ ബോണ്ട്. ഓൺലി സിഗ്മ ബോണ്ട്. അതുകൊണ്ട് ഡിസ്റ്റൻസ് ബോണ്ട് ലെങ്ത് കൂടുകയാണെങ്കിൽ ബോണ്ട് ലെങ്ത് കൂടുതൽ ഇവിടെയാണ്. നമ്മൾ ബോണ്ട് ലെങ്ത് ആ പറയുന്നത് കേട്ടോ. അപ്പൊ ലെങ്ത് കൂടുതൽ ഇവിടെ, പിന്നെ ഇവിടെ ഏറ്റവും കുറവ് ഇവിടെയാണ് ബോണ്ട് ലെങ്ത്. മൾട്ടിപ്ലിസിറ്റി, മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ള കേസിലാണ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ബോണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ 2 ആറ്റം സെയിം എടുക്കാൻ നോക്കാം. 2 കാർബൺ, അപ്പൊ ആൽക്കെയിൻ ആൽക്കീൻ ആൽക്കൈൻ എടുത്ത് വെക്കാം. ഇപ്പൊ ഇതും ഒരു ഫാക്ടർ അഫക്റ്റിംഗ് ബോണ്ട് ലെങ്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സും കൂടി ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. മൂന്നാമത്തത് ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് ഈ ടോപ്പിക് കഴിഞ്ഞിട്ട് പഠിക്കും ഹൈബ്രിഡൈസേഷൻ. അത് വേറെ ഹൈബ്രിഡ് ഓർബിറ്റൽസ്, ഈ അറ്റോമിക് ഓർബിറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, മോളിക്കുലർ ഓർബിറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, അതുമാതിരി വേറൊരു ഓർബിറ്റിൽ പഠിക്കും നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അതെന്താണെന്ന്, എപ്പോഴാണ് ഹൈബ്രിഡ് ഉണ്ടാവുന്നത്, എല്ലാ തവണയൊന്നും ഇല്ല, അതൊക്കെ പിന്നെ പഠിക്കും ഈ ടോപ്പിക് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ്റെ ഇതുകൂടി പഠിച്ചു വെച്ചോളൂ ഇതിനോടൊപ്പം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോണ്ട് ലെങ്ത്. ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ, അതായത് ഹൈബ്രിഡൈസേഷന്റെ ടൈപ്പ് അനുസരിച്ചിട്ടാണ് മൂന്നാമത്തത് ഫാക്ടർ വിളിക്കുന്നത്. അതായത് ആസ് എൻ എസ് ഓർബിറ്റ് നമുക്കറിയാം, ഒരു എസ് ആണോ പി ആണോ സ്മോൾ സൈസ് എന്ന് പറഞ്ഞാൽ എസ് സൈസ് എന്താണ്, ഇത് പി ആണ്. എസ് സ്മോൾ സൈസ് ആണ്. എസിന്റെ സൈസ് വി നോ ദാറ്റ് സൈസ് ഓഫ് എസ് ഈസ് സ്മോൾ. ഇത് എസ് ഓർബിറ്റലാണ്. എസ് ഓർബിറ്റലിന്റെ സൈസ് സ്മോൾ ആണ്. അങ്ങനെ സ്മോൾ ആയതുകൊണ്ട് എസ് ക്യാരക്ടർ കൂടുതൽ, എസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എസ് ഓർബിറ്റിന്റെ ക്യാരക്ടർ കൂടുതലുള്ളവൻ ഏതാണോ അവരാണ് ബോണ്ട് ലെങ്ത് കുറവാണ്. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഹൈബ്രിഡൈസേഷൻ നിങ്ങൾക്ക് പഠിക്കും. എസ് പി ഹൈബ്രിഡൈസേഷൻ, എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്, SP3 ഉണ്ട്, SP2 ഉണ്ട്, SP. ഇത് മൂന്ന് നമ്മൾ നന്നായി പഠിക്കും. നന്നായിട്ട് ഇതൊരു ഓർബിറ്റലിന്റെ പേരാണ് SP3 ഹൈബ്രിഡ് ഓർബിറ്റൽ, SP2 ഹൈബ്രിഡ് ഓർബിറ്റൽ. തൽക്കാലം ഇതിനു വേണ്ടി മാത്രം പഠിക്കാം. SP ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടോ? 3 തരം ഓർബിറ്റൽസ് ആണ്. നമ്മൾ ആറ്റോമിക് ഓർബിറ്റൽസ് ഒക്കെ പഠിക്കില്ലേ, അത് മാത്രം ഓർബിറ്റലാണ്. വേറെ ടൈപ്പാണ്. ആറ്റത്തിന്റെ ഓർബിറ്റൽസുകൾ തമ്മിൽ ഇന്റർമിക്സ് ചെയ്തിട്ടുണ്ടാവുന്നതാണ്. അത് വിശദമായിട്ട് പിന്നെ പഠിക്കാം. അതില് SP3, SP2, SP. ഇവിടെ നോക്കാം, ടോട്ടൽ എത്ര ഓർബിറ്റലുണ്ട്? ഒരു എസും 3 പിയും. അപ്പൊ 4 ഒരാൾ എസ് ആണ്. അപ്പൊ എത്രയാണ്? 25% അല്ലേ? 1/4 ആണ്. ഇതെന്താണ്? ഒരു എസും 2 പി. അപ്പൊ എത്രയാണ്? ടോട്ടൽ എത്രയുണ്ട്? 3 ഓർബിറ്റൽ. അപ്പോൾ ഒരു എസ് ഉള്ളൂ. 1/3. 1/3 എത്ര വരും? 33.3% അല്ലേ? SP ഒരു എസ് ഒരു പി, രണ്ടെണ്ണം ആകെ. രണ്ടെണ്ണത്തിൽ ഒരെണ്ണം എസ് ആണ്. അപ്പോൾ 1/2 ആണ്. രണ്ടെണ്ണത്തിൽ ഒന്നും പകുതി എസും പകുതി പിയും ആണ്. 50% ആണ് അല്ലേ? ഇത് 3 എന്ന് പറഞ്ഞാൽ ഒരു എസ് ഔട്ട് ഓഫ് എത്ര? 3 1/3. ഇവിടെ ഒരു എസ് 3 പി, ടോട്ടൽ എത്ര? 4 ഓർബിറ്റൽ. അപ്പോൾ 1/4 എത്രയാണ്? 25%. അപ്പോൾ എസ് ക്യാരക്ടർ കൂടുതൽ ഏതാണ്? എസ് ക്യാരക്ടർ കൂടുതൽ ഇവന്. എസ് ക്യാരക്ടറുകളിൽ നോക്കുക, SP ഹൈബ്രിഡ് ഓർബിറ്റൽ. നിങ്ങൾ പഠിക്കും. നിങ്ങൾ SP ഹൈബ്രിഡ് ഓർബിറ്റലുള്ള കാർബൺ ആണെങ്കിൽ എന്താണെന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെ ഒരു എക്സാമ്പിൾ തരാണ്. CH. ഇത് SP3 കാർബൺ ആണ് വിചാരിക്കാം.
ഇത് sp2 ആണ്, ഇത് sp ആണ്. നോക്കുക, sp ഏതിലാണ് s ക്യാരക്ടർ കൂടുതൽ? ഇതിലാണ് sp. s ക്യാരക്ടർ കൂടുമ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് ചെറുതായിരിക്കും അല്ലേ? കാരണം ഈ കാർബണിന്റെ റേഡിയസ് ചെറുതായിരിക്കും. കാരണം s ക്യാരക്ടർ 50% ഉണ്ട്. പിന്നെ sp2 എത്രയാണ്? 33.3. അപ്പോൾ ഇത്തിരി കൂടി വലുതായിരിക്കും. sp3 25% ഒത്തിരി വലുതായിരിക്കും കേട്ടോ. ഈ കാർബണിന്റെ റേഡിയസ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് ഈ പെർസെൻറ്റേജ്? എന്താണ് എസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ? ഒരു ഹൈബ്രിഡ് ഓർബിറ്റലിൽ നമുക്ക് സാധാരണ എസ് ഓർബിറ്റൽ എപ്പോഴും ചെറുതാ. എസ് കഴിഞ്ഞിട്ടാണല്ലോ പി ഒക്കെ വരുന്നത്. എസ് ഓർബിറ്റലിന്റെ സൈസ് ഓഫ് എസ് ഓർബിറ്റൽ ഈ സ്മോൾ, അതാ റീസൺ. അപ്പോൾ റേഡിയസ് എന്തായിക്കോളും? സ്മോൾ ആയിരിക്കും. ഈ പറയുന്ന 3 ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ എസ് ക്യാരക്ടർ കൂടുതലാക്കണം ഇവന്. അപ്പോൾ അവനുള്ളിടത്ത ആണ് എസ് ക്യാരക്ടർ കൂടുതലാണെങ്കിൽ എസ് ഓർബിറ്റലിന്റെ ഷേപ്പാണ് സാധ്യത. ഏതാണ്ട് അതിന്റെ സാധ്യത ഒരു സ്പെറിക്കലിനോടടുത്ത ഷേപ്പാണ്. 50 ഉണ്ടോ 100 ആവുന്നത് അല്ലേ? അതുകൊണ്ട് ഈ ഇവന്റെ സൈസ് എസ് എല്ലായ്പ്പോഴും ചെറിയ സൈസ് അല്ലേ എസ് ഓർബിറ്റൽ. അതുകൊണ്ട് sp കാർബൺ ഉള്ളവന്റെ റേഡിയസ് കുറവാണ്. sp2 ഇത്രയും കൂടും. sp3 കാർബണിന്റെ റേഡിയസ് ഒന്നും കൂടി കൂടും. അപ്പൊ റേഡിയസ് നോക്കുവാണെങ്കിൽ ആരാണ്? sp റേഡിയസ് എന്താണ്? 50% ക്യാരക്ടർ ഉണ്ട്. എസ് ക്യാരക്ടർ എസ് ഓർബിറ്റലിന്റെ ഷേപ്പിനാണ് സാധ്യത. കാരണം എസ്, അതുകൊണ്ട് ഇവന്റെ ബോണ്ട് ലെങ്ത് കുറവാണ്. ഇനി sp2 എത്രയാണ്? 33% sp2. അതിനേക്കാൾ റേഡിയസ് sp ക്ക് കൂടുതൽ റേഡിയസ്. ഏത് കാർബൺ? കാർബൺ ആയിട്ട് ഇതെല്ലാം sp കാർബൺ, sp2 കാർബൺ, sp കാർബൺ. കാർബണിലാണ് നമ്മുടെ ഹൈബ്രിഡ്. മറ്റു ചിലത് മറ്റു 1-2 എലമെന്റിലൊക്കെ വേറെ പഠിക്കുന്നുണ്ട്. മെയിനായിട്ട് പഠിക്കുന്നത് ഓർഗാനിക്കിലൊക്കെ പഠിക്കുന്നുണ്ട് കാർബൺ വെച്ചിട്ടാണ്. അപ്പോൾ ഹൈബ്രിഡൈസേഷന്റെ ടൈപ്പ് sp2 കാർബണിലാണോ, sp കാർബണിലാണോ, sp3 കാർബണിലാണോ ഉള്ളതാണോ? അപ്പൊ ബോണ്ടിന്റെ ലെങ്ത് ചോദിക്കും. അതായത് ഇങ്ങനെ ചോദിക്കാം: C സിംഗിൾ ബോണ്ട് H, C സിംഗിൾ ബോണ്ട് C, C ഡബിൾ ബോണ്ട് C, C ട്രിപ്പിൾ ബോണ്ട് C. നോക്കാം പ്രകാരം ഇത് നോക്കുമ്പോൾ ആരാണ് നിങ്ങൾക്ക് അറിയാം. മൾട്ടിപ്പിൾ ബോണ്ടിൽ വരുമ്പോൾ ഇവിടെ എന്താണ്? അടുത്തിരിക്കുമ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താ ഡിസ്റ്റൻസ് കുറവ്? ഇവിടെ നോക്കുക, നിങ്ങൾക്ക് 2 പൈ ബോണ്ട് ഉണ്ട്. ഇവിടെയും sp എന്താണ്? ഇത് sp ആണ്. ഏറ്റവും ഡിസ്റ്റൻസ് കുറവ് ഇത് sp കാർബൺ, ഇത് sp2 കാർബൺ, ഇത് sp3 കാർബൺ ആണ്. അത് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോണ്ട് ലെങ്ത് എന്ന സൈസ് ഓഫ് ദി ആറ്റം, മൾട്ടിപ്ലിസിറ്റി ഓഫ് ബോണ്ട്, ദെൻ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ഇതൊക്കെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത്തിൽ പറയുന്നത്. ബോണ്ടിലെ ലെങ്ത്തിലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോണ്ട് ലെങ്ത്തിന്റെ 3 കാര്യങ്ങൾ. ഓക്കെ.